എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. ഈ വലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല കുറച്ച് ഗ്രോസറി ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ചാക്കാണ് കേട്ടോ. നമ്മുടെ ഡെലിവറി ഒക്കെ നടക്കാറുള്ളത് കൂടുതലും നമ്മുടെ കടകളിലാണ്. അപ്പോൾ കടയിലത്തെ ചാക്കിലാണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ച കുറച്ച് ഐറ്റംസ് ഒന്ന് സോർട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നതോട് കൂടി ആവാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ബൾക്കായിട്ടാണ് നമ്മുടെ ഡിറ്റർജൻറ്റുകളും അതുപോലെ ബാക്കി ഐറ്റംസ് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഞാൻ മേടിക്കാറുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ ഷോപ്പുകളിൽ കിട്ടാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് വെക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ, നമ്മുടെ സ്വന്തം ഷോപ്പിൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ എന്നെ പോലെയുള്ളവർക്ക്, അതായത് കുറച്ച് റൂറൽ ഏരിയയിൽ താമസിക്കുന്നവർക്കൊക്കെ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. ഇങ്ങനെ വീട്ടിൽ കൊണ്ടെത്തിച്ച് തരുകയും ചെയ്യും. മാത്രമല്ല അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ 5 ലിറ്ററിൻ്റെയും 10 ലിറ്ററിൻ്റെയും ഒക്കെ മേടിക്കുന്ന സമയത്ത് മാത്രമാണ് ഓൺലൈനിൽ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇക്കേൻ്റെ കടയിലും അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണേൻ്റെ കടയിൽ നിന്നൊക്കെയാണ് ഞാൻ മേടിക്കുക. പിന്നെ നമ്മുടെ കടയിൽ നിന്നും കുറേ സംഭവങ്ങൾ കൊണ്ടുവരും. ആക്ച്വലി ഇത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ ഇത്തിരി വില കുറവിൻ്റെ പേരിൽ പോകുന്നതല്ല. ജീവിതം രണ്ടും, അതായത് രമണ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവുമല്ലോ. ചെറുപ്പത്തിലൊക്കെയാണ് അത്രയും അധികം നമ്മളിങ്ങനെ പിശുക്കോട് കൂടി അല്ലെങ്കിൽ 1 രൂപ ലാഭം കിട്ടുന്നത് എവിടെയാന്ന് നോക്കി ജീവിച്ച് പോന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും നമ്മൾ അതങ്ങോട്ട് പിന്തുടരുകയാണെന്ന് മാത്രം. അതിങ്ങനെ നമ്മൾ മരിക്കുന്നവരെ, ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നു. തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺലൈൻ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി മേടിക്കുന്ന സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വില കുറവ് കാണുമ്പോൾ നമ്മൾ അറിയാണ്ടൊന്ന് ഓർഡർ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ബൾക്കായിട്ട് മേടിച്ച് വയ്ക്കുമ്പോൾ അതാണ് നല്ലതെന്ന്. ഇപ്പം നമ്മുടെ ഈ ഡോവിൻ്റെ കുപ്പിയിൽ നമ്മൾ ഒഴിക്കണ ഈ ഒരു ബോഡി വാഷ് ഉണ്ടല്ലോ, അത് നമുക്ക് 450 രൂപയ്ക്കാണ് 2 ക്യാൻ ഇതുപോലത്തെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതാണ് യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ തലങ്ങളിലൂടെ നമ്മളിങ്ങനെ അവലോകനം ചെയ്ത് മുന്നോട്ട് പോകുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും കേട്ടോ. ഈ വക ട്രിക്കുകളൊക്കെ എന്നെ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഫ്രണ്ട്സാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ മേടിച്ച് നോക്കി ശ്രീ, നല്ല ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഓൺലൈൻ മേഖലയിലേക്ക് കൈ കടത്തി നോക്കിയത്. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശർക്കര ഇട്ടിട്ടുള്ള കാപ്പിയാണ്. പഞ്ചസാര ഒഴിവാക്കിയ കാരണം കൊണ്ടേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എങ്കിലും കുടിക്കാമെന്ന് മാത്രം. ഒരു തലവേദന ഉണ്ടാവുമല്ലോ നമുക്ക് ചായ കുടിക്കാത്തതിൻ്റെ, അതങ്ങോട്ട് മാറി കിട്ടും അതങ്ങോട്ട് കഴിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ള അരി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ പാടത്തുനിന്ന് കൊയ്തെടുത്ത് വിതച്ച് കൊയ്ത് ഉമിയൊക്കെ മാറ്റിയെടുത്ത അടിപൊളിയായിട്ടുള്ള ഓർഗാനിക് അരിയാണ്. അതാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്രാവശ്യം ഒരു ചാക്കത് ഭാഗ്യം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാരെ കയ്യിൽ നിന്ന് വാൽമമുള്ള അയലക്കണ്ണാൻ എന്ന് പറയുന്ന ഒരു മീനുണ്ടല്ലോ, അത് മേടിച്ചു. പിന്നെ ഈ ഒരു പിലോപ്പി മേടിച്ചു. നമ്മുടെ ഇവിടെ പിലോപ്പി എന്ന് പറയും, തിലോപ്പിയ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ ഇതിന്. അപ്പോൾ നമ്മൾ ഈ ഒരു മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇക്കോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള വശത്ത് എത്തും ഇക്ക. നമ്മുടെ മൂവാണ്ടൻ്റെ കിടക്കുകയാണ് ഇക്കര ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നിൽക്കുക. ചാള ഉണ്ടായിരുന്നു, അയിലുണ്ടായിരുന്നു, പൂമീൻ ഉണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും ഒന്നല്ലേ. അങ്ങനെ ഒരുപാട് മീനുകളോടൊപ്പം തന്നെ വലിയ മീനായിട്ടുള്ള അറക്കയും കൂടി ഉണ്ടായിരുന്നു. ഇത്ര വലിയ മീൻ നമുക്ക് വേണ്ട, നമുക്ക് അതിൻ്റെ അടിയിലിരിക്കുന്ന മീനാണ് വേണ്ടത്. അത് കാരണം കൊണ്ട് അതും കൂടെ മേടിച്ച് മണീനെയൊക്കെ ഒന്ന് താലോലിച്ച് നമ്മളിതാ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കുറേ ബൾക്കായിട്ട് കൂട്ടാനുകൾ വെച്ച് എനിക്കിപ്പോൾ നമ്മൾ 3 ആൾക്ക് കറി വയ്ക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ഒരു മീനെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എക്സിബിഷൻ സ്റ്റാളിൽ നിന്ന് മേടിച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടല്ലോ ഈ കത്തി എന്ന് പറയുന്നത്. എൻ്റെ മക്കളെ, എനിക്ക് കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹരാണ്. ഞാൻ കത്തി 3-4 ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. ഓ, ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാതിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തൊലി പോകാറുന്നത് ഭാഗ്യം കേട്ടോ. ഒരു ആവേശത്തിൽ ചെയ്തതാണ്. കണ്ട 4 കത്തി നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദൃശ്യം സിനിമയിലെ ഈ മീൻചട്ടി മേടിക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു കത്തി എന്ന് പറയുന്നത്. എവിടെ കണ്ടാലും എനിക്കത് മേടിക്കും, എവിടെ കണ്ടാലും മേടിക്കില്ല. ഈ എക്സിബിഷൻ സ്റ്റാളിലത്തെ കൃഷ്ണേട്ടൻ്റെ കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര താല്പര്യം. കത്തിക്ക് ഇത്രയും വലിയ പ്രൊമോഷൻ വരുന്നത് ആദ്യമായിട്ടായിരിക്കുന്നു തോന്നുന്നു. കണ്ട ഈ ഒരു വലിയ കത്തി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ മീൻ മുറിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു വലിയൊരു കത്തി മേടിക്കും ശ്രീജയെന്ന്. അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുണ്ട് വലിയ കത്തി. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞൻ കത്തിയും മേടിച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം കത്തിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സാധാരണ നമ്മുടെ കല്ലുണ്ടല്ലോ അതും വെച്ച് ഉരച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഏറ്റവും അധികം എനിക്ക് ഇതിൻ്റെ ഭംഗി തോന്നിയിട്ടുള്ളത്, അല്ല ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഭംഗിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല കറുത്ത പിടി, നല്ല ഭംഗിയുള്ള ഒരു ഇരുമ്പ് ഒക്കെ ആയിട്ട് നമ്മൾ 4 കത്തിയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഭാഗ്യനെ കാണാണ്ട് ഒളിപ്പിച്ച് വെക്കുന്നതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആള് ഇത് എടുത്തുകൊണ്ട് പോയിട്ടേ വാഴയുടെ കൈയൊക്കെ മുറിച്ചിട്ട് വാഴയിൽ ഇട്ടിട്ട് പോരുന്നേ. കഴുത്തിൽ കൊണ്ടുണ്ടെങ്കിൽ അപ്പൊ കഴിയല്ല അത് ഇങ്ങനെ പിടിക്കാം. കീച്ചുകളെ ഞാൻ ഇതാണ് നമ്മുടെ കത്തികൾ. ഹൗ ഇസ് ഇറ്റ്? കുഞ്ഞെ കട്ടിയെടുത്ത് ബാക്കിയുള്ള കട്ടിയൊക്കെ നമുക്ക് കഴിക്കാം. ഒരു ഭാഗ്യം കാണാണ്ട് സൂക്ഷിച്ചെടുത്ത് വയ്ക്കണം. അതാണ് നമ്മുടെ ടാസ്ക്.
റബ്ബർ ബാൻഡ് ഇടുന്ന സ്ഥലം. നമ്മുടെ പുതിയ കത്തി ഒരു കുഞ്ഞീത് മാത്രം എടുത്തിട്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മീൻ മുറിച്ച് നോക്കിയാലോ. അയ്യോ അത് മനക്കല്ല, തല ഉണങ്ങി തല. വായാ വാ വാ വായാ. ചെറുപ്പത്തിൽ അമ്മ മീൻ മുറിക്കുമ്പോഴും ഞാനിങ്ങനെ ഓടിച്ചില്ലായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഈ ശ്രീകുട്ടൻ. കുറേ ശീലങ്ങളുണ്ട് എൻ്റെ. ഇതിനേക്കാളും ശ്രീകുട്ടനേക്കാളും ഏറെ എൻ്റെ ശീലങ്ങളുള്ള ഒരാളാണ് നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത്. എൻ്റെ എല്ലാ ശീലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അയലക്കണ്ണാനും അതുപോലെ തന്നെ ഈ ഒരു വലിയ പിലോപ്പിയും നമ്മുടെ വലിയ ടീമിൻ്റെ ഒപ്പമാണ് നന്നാക്കി എടുക്കുന്നത്. ടീം എന്ന് പറയുന്നത് ഇതാ നിൽക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങളുടെ കരി, തൊട്ടപ്പുറത്തേക്കുന്നത് മണി, പിന്നെ പൊന്നു, പിന്നെ 2.0 ഉണ്ട്. മണി 2.0 എന്നാണ് അവളെ വിളിക്കുക. 2.0 പ്രസവിച്ച് കിടക്കുക, അപ്പം റെസ്റ്റിലാണ്. അവളെ കാണാൻ 2 ദിവസമായിട്ട്. ഇവിടെ തൊട്ടപ്പുറത്തൊരു ഒഴിഞ്ഞ വീടുണ്ടേ, അതാണ് അവരുടെ പ്രസവ മുറി. അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അമ്മ ഒന്ന് ഹോം ടൂർ പറഞ്ഞു കൊടുത്തേ. ഇതാരാ? ഹോം ടൂറാ, കാറ്റ് ടൂറാണ് ഇതൊരാളാണ്. ഇത് മണിയുടെ കുഞ്ഞ് 2.0 രണ്ടാമത് പ്രസവിച്ച് കിടപ്പില്ല. പ്രസവിച്ച് കിടക്കുക എവിടെയാന്ന് മാത്രം അറിയില്ല. മണി ഇടയ്ക്കിടയ്ക്ക് അയാളമ്മരോട് ഓടി വീടിന് കാണണം. അമ്മമ്മോട് ചോദിച്ചപ്പോ അമ്മമ്മ അറിയണ്ടേ അയാളതൊക്കെ അറിയില്ലേ മോളെന്ന് പറഞ്ഞു. ഇതിനെ ഇവിടെ നമ്മുടെ നാട്ടില് പിലോപ്പി എന്ന് പറയും. പിലോപ്പി അവിടെ കഴിക്കുന്നുണ്ട് ഒരാള്. ഇവിടെ മണി ഒരാളവിടെ കഴിച്ചിട്ടും തീരത്തെ മീന്റെ പാല് കഴിച്ചോണ്ടിരിക്കുക. ഈ പഴയ വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് മീനൊക്കെ നന്നാക്കുക കേട്ടോ. ശ്രീകുട്ടനാണെങ്കിൽ പഴയ വിശേഷങ്ങൾ കേട്ടാൽ മതിയാവേ ഇല്ല. ഏറ്റവും ലാസ്റ്റ് ഞാൻ കയറിപ്പോടാ എന്ന് പറയുമ്പോഴാണ് ആള് കയറിപ്പോവാ. ഈ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോഴും ഇത് തന്നെയാണെന്നേ ഈ പഴയ വിശേഷങ്ങൾ പറയാ. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ഇത് എൻ്റെ പോലെ തന്നെയാണല്ലോ എന്ന്. അങ്ങനെ നമ്മൾ മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ ആ ബ്ലാക്ക് ഒന്നും കളഞ്ഞില്ല കേട്ടോ. നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാനുള്ളതാണ്. നമുക്ക് ആ ഒത്തിരി ഉപ്പോ അല്ലെങ്കിൽ ഒത്തിരി പുളിയോ കൂട്ടി ഉരച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പൊക്കോളും, അല്ലെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ അത് അങ്ങോട്ട് പൊക്കോളും. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. മീൻ തിന്നണ ആൾക്കാർക്ക് എന്ത് കറുപ്പ് എന്ന്. ആ കറുപ്പല്ല, ഈ മീനിന്റെ മുകളിലത്തെ കറുപ്പ്. അപ്പൊ നമുക്ക് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും കൂട്ടിയിട്ട് നന്നായിട്ട് പുരട്ടി നമുക്ക് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ശാന്തമ്മ എനിക്ക് 2-3-4 കിലോ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ട്, നല്ല അച്ചാറിടാൻ വേണ്ടിയിട്ട് ആളെനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. ഭാഗ്യന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് മാങ്ങ. ആ മാങ്ങ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ അയലക്കണ കറി വെക്കാൻ പോണത്. ഇതിന് അവിടെ നിന്ന് പറയാ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നിന്ന് പറയാ ഈ വാലുമ മുള്ളുള്ള അയില പോലെ ഇരിക്കുന്ന മീനെ. ഇവിടത്തെ അങ്ങനെയാണ് പറയാട്ടോ. ഇവിടെ ഇളാമ വേറെ എന്തോ പേരാ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഈ ഒരു കത്തിയുടെ പ്രത്യേകത കണ്ട, എന്തൊരു സ്പീഡിലല്ലേ, അല്ലെങ്കിൽ എന്തൊരു മൂർച്ചയല്ലേ. അപ്പൊ ഞാനിങ്ങനെയാണ് കേട്ടോ ഉള്ളി അരിയാനോട്. ആരോ ചോദിച്ചു ശ്രീക്ക് ഉള്ളി അരിയുമ്പോ കണ്ണരിയാറില്ലെന്ന്. ഞാൻ അതുപോലെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ മിക്കതും കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇതൊക്കെ നന്നാക്കി എടുത്തത്. പിന്നെ കയ്യുമ്മ ഈ ഒറയിടും, നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒറയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈ മുറിയാണ്ട് ഷടപടയെന്ന് നമുക്ക് ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് തക്കാളി, മാങ്ങ, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ എന്നിട്ടാണ് നമ്മൾ അതിലിട്ട് അത്രയും സാധനങ്ങൾ ഉള്ളി ഇട്ടു കേട്ടോ. ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ച് വെക്കുമല്ലോ. അത് കഴിയാറായിട്ടുണ്ട്. 2-3 മാസമൊക്കെ ഉപയോഗിക്കും കേട്ടോ അതും. പിന്നെ കുറച്ച് രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് വേവിച്ച് വെക്കാം. ഇനിയിപ്പോൾ കുടപ്പുള്ളിയുടെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് കുടപ്പുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ മാങ്ങയുടെ ടേസ്റ്റ് മുന്തി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇടാണ്ടിരുന്നത്. കുടപ്പുള്ളി ഒരു കുഞ്ഞ് കഷ്ണം ഇടുമ്പോഴേക്കും നമുക്ക് ആ കുടപ്പുള്ളിയുടെ ടേസ്റ്റിലാണ് നമ്മുടെ മാങ്ങാക്കറി വരിക, മീൻകറി വരിക. അപ്പോൾ നമുക്ക് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മീനുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അത് നമ്മൾ പൊള്ളിക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ എപ്രാവശ്യവും പൊള്ളിച്ച് വിഭവങ്ങൾ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ 1-ാം പാലം ഒഴിച്ചിട്ട് നമ്മുടെ തിളച്ച മീൻകറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൽ ഉള്ളി കാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ഇത്തിരി കളറ് കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം. എന്തൊക്കെയാ പറയണല്ലേ, നാക്ക് ഇങ്ങോട്ട് വഴങ്ങണ്ടേ.
ആ പാത്രം തന്നെ വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് തക്കാളിയും കുഞ്ഞുള്ളിയും മാത്രം അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴാണ് നമ്മൾ മീൻ പൊളിച്ച വിഭവം ഇതിലാണ് തയ്യാറാക്കാൻ പോണത് കേട്ടോ. ഇത് നാളികേരം പാല് നമുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇത്തിരി ക്രീമാണ് ഒഴിച്ചത് കേട്ടോ. നാളികേരം ഇനിയും ചിരകാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരുപാട് പൊടികളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട. മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുനുകുനാന്നരിഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരു കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ വരും. പിന്നെ ഗരം മസാലയൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. നമ്മളതൊന്നും ഇട്ട് കൊടുത്തില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഒരു ക്രീം ഒഴിച്ച് കാരണകൊണ്ടാണ് കട്ടയായിട്ട് നിൽക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്കൊന്നൊരു വാഴയില പൊട്ടിക്കുക. ഈ വാഴയിലയിൽ എന്താ ശ്രീ ചോറൂണ് നടന്നതെന്ന് കഴിഞ്ഞ മുമ്പത്തെ വ്ളോഗിൽ ആരാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേന്ത്രവാഴയുടെ ഇല പൊട്ടിച്ചിട്ട് പൊട്ടിക്കില്ല. പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ പോയിട്ടുണ്ടെങ്കിൽ അത് വാഴയുടെ വളർച്ചയെ ബാധിക്കുമെന്നാണ് പറയാറുള്ളത്. അത് കാരണം കൊണ്ട് നമ്മൾ വാഴയില മുറിക്കാറില്ല. ഇത് ഞാൻ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് കട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നതല്ലേ കേട്ടോ. വേറെ ഏതോ എന്താ പറയുക മറ്റേ നമ്മുടെ പാളയംകുടൻ്റെയും ഒക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു നമ്മുടെ വെന്തിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മുടെ മീൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ വീണ്ടും ഗ്രേവി ഇട്ട് കൊടുത്തു. ഇതുപോലെ മടക്കി നമ്മൾ വീണ്ടും അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കെട്ടിയിട്ടൊക്കെയാണ് വെക്കുക. ഇതിപ്പോൾ നമുക്ക് എടുക്കേണ്ടതല്ലേ പെട്ടെന്ന് തന്നെ. അത് കാരണം കൊണ്ട് ഞാൻ കെട്ടിയൊന്നുമില്ലാന്നേ. നേരല്ലേ ഒന്നിനും. ഇപ്പോൾ ഭയങ്കര ബിസിയാന്നേ. കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാങ്ങ ഒരുപാട് വീഴുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ പൊട്ടിച്ച മാങ്ങ ഡെൽസിയൻ്റ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് ഒരു ചൈന ഗ്രാസ് റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചൈന ഗ്രാസ് നമ്മളൊരു 2-3 ഗ്ലാസ് വെള്ളത്തിൽ, കുഞ്ഞു ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു 200 ml എന്ന് പറയാം. അതിൽ നമ്മൾ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസ് കുറേ നാളായി നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ. നമ്മളിന്ന് തുടരെ സിനിമ കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആമ്പല്ലൂര്. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോ കടയിലേക്ക് പോകണം. അപ്പൊ ഞാൻ കടയിൽ പോകുന്നേക്കാളും മുന്നേ ആയിട്ട് നമ്മുടെ എന്താ പറയാ മാങ്ങ നമ്മള് ചൈന ഗ്രാസ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ആണെങ്കിൽ 100-ലധികം ഒരു കുന്നാരം റെസിപ്പികളാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടക്കണേ. അപ്പൊ നമുക്ക് അതൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ചൈന ഗ്രാസ് ഞാൻ അവിടെ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. മെൽറ്റ് ആക്കാനല്ല, തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ മൂവാണ്ട ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ധാരാളം മൂവാണ്ടനും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം എന്താ ഇങ്ങനെയാക്കി വട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലാവും. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ നന്നായിട്ട് ചെത്തിയെടുക്കാം. ഈ മൂവാണ്ടൻ ഇപ്പം ഭയങ്കരമായിട്ട് പുഴു ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഡെൽസിയാൻ്റെ തന്ന മാങ്ങ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആ കാണുന്ന കറുപ്പക്കൂത്തുണ്ടല്ലോടാ, അത് പുഴുവായിരുന്നു. ഒരു സൈഡ് നല്ല മധുരത്തിലും നല്ല ടേസ്റ്റിലും നമുക്ക് കിട്ടി, ഒരു സൈഡ് കേടായിട്ടൊക്കെ കിട്ടി. അതാണ് ആൻറ്റി അത് പൊട്ടിക്കാനുള്ള കാരണം തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ആ മാങ്ങ ചെത്തുന്ന ആ ഒരു ഇതില്ലേ, അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ മാങ്ങ പൂളുമ്പോൾ ഈ പല്ല് കിരികിരിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് പല്ല് കിരികിരിക്കും കേട്ടോ, ആ ഒരു കരകരപ്പിൽ. അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ഇന്ന് നമ്മൾ ക്രീമുമാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ദിവസം തുടങ്ങിയപ്പോഴേ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ചടപടയെന്ന കാര്യങ്ങൾ ചെയ്യണം. വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴേക്കും നമുക്ക് പതുക്കെ തുടരും കാണാനായിട്ട് പോകണം. അപ്പോൾ വണ്ടിയിലാണ് നമ്മൾ ഇവിടുന്ന് യാത്രകൾ തിരിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വണ്ടി കൊണ്ട് ഭാഗ്യം പോയില്ലോ. അപ്പം നമുക്ക് ബസ്സിൽ വേണം പോകാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാനിത്തിരി തിരക്കിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊരു ട്രയലിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമ്മുടെ മാങ്ങ പ്യൂരി, അതുപോലെ നമ്മുടെ ഈ ഒരു ജലാറ്റി ഉണ്ടല്ലോ, നമുക്ക് ചടപടയെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ ക്യൂബ്സ് ആയിട്ട് എടുക്കാം. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു ക്യൂബ്സ് കഴിക്കാനും നല്ല ടേസ്റ്റാണെന്നേ, ജെല്ലി പോലെ തന്നെ ഇരിക്കും. അഗറിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെയാണോ? നമ്മളിതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. ചൈന ഗ്രാസ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്കിതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും ഞാൻ എടുത്തിട്ട് കൊടുത്തു. 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾക്ക് കുറച്ച് നമ്മൾ ആ പ്യൂരിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്യൂരിയും ഇതുപോലെ ജെല്ലി ആയിട്ട് തന്നെ കിട്ടും. അപ്പം വേറൊരു ടെക്സ്ചറും വേറൊരു റെസിപ്പിയും ആയിട്ട് വരും. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലെ വെറൈറ്റികൾ കൊണ്ടുവരാൻ പറ്റുക അല്ലേ. പക്ഷെ നമ്മൾ ചെയ്യാനായിട്ട് മുതിരില്ല, മടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നമ്മുടെ പിള്ളേർക്ക് ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഈ കടയിൽ നിന്നുള്ള ഈ കള്ളപ്പലഹാരങ്ങൾ മേടിച്ച് തിന്നാന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ. ആ ഒരു സിസ്റ്റത്തിലേക്ക് പോവില്ലാന്നേ. ഇപ്പം നമുക്കിവിടെ അതിനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് ഷോപ്പുള്ള കാരണം കൊണ്ട് അങ്ങനെ ശ്രീകുട്ടന് അതിനോടുള്ള വലിയ ക്രേസ് ഒന്നുമില്ല. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് അവന് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഈ ഒരു പുഡിങ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഞാനങ്ങനെ അധികം ഒരു മധുരത്തിൻ്റെ അടുത്തേക്ക് ചായ്വുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിലും ഇതൊരു ചെറിയ പുളിയും കൂടിയൊക്കെ ആയപ്പോഴേ സംഭവം കിടുമായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ വാരി വാരി അടിക്കണ്ടായിരുന്നു. കടയിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. കടയിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്നായിരുന്നു പ്ലാൻ. പിന്നെ ആ പ്ലാൻ അങ്ങോട്ട് മാറ്റി. നമ്മൾ നേരെ തിയേറ്ററിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഐസ്ക്രീം പോലെയാവും. അച്ചാറുകളാണ് ശ്രീകുട്ടൻ്റെ മറ്റേ നമ്മുടെ ഇവിടെ നിന്ന് മേടിച്ച അച്ചാറ്. ഇത് ഏതാണ്ട് ഒരു കായ അച്ചാർ. ഇത് നമ്മുടെ തുറമാങ്ങ പോലത്തെ ഒരു അച്ചാർ. അടുക്കളയൊക്കെ വൃത്തിയാക്കി അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞതാ നമ്മൾ തുണികളൊക്കെ മടക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് വന്നു, നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ പവർ ബാങ്ക് ആണ്, ഐഫോണുമൊക്കെ കുത്തിവെക്കുന്ന പവർ ബാങ്ക്. ഇത് ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലൊക്കെയാണ് തുറന്നതും അത് ഉപയോഗിച്ച് തുടങ്ങിയതൊക്കെ. പക്ഷേ ഇത് വയർലെസ് ആയിട്ട് ചാർജ് കയറാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു 48 മണിക്കൂറെങ്കിലും വേണം, ഒരു 10% ആവാനായിട്ട്. അത്രയും സ്ലോ ആണ്. വയർ ടു വയർ ഓക്കെ ആണ് കേട്ടോ, അത്യാവശ്യം ചാർജർ കയറുന്നുണ്ട്. ഇനി അത് എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണോ നമ്മൾ മേടിച്ച ചാർജറിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. വൺസ് ഇത് ഭാഗ്യം യൂസ് ചെയ്തപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ 100% ചാർജിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനെ ഭയങ്കര ആധികാരികമായ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ടെങ്കിലും എൻ്റെ ഫോണിൽ ഇത് വർക്കാവണില്ലടാ. അപ്പോൾ ഇതിന്മേൽ ഇങ്ങനത്തെ ഒരു റിങ് ഉണ്ട്. പിന്നെ നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 1418 രൂപ മറ്റോ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ റേറ്റിൽ ഈ വയർ ടു വയർ കുത്തുന്ന വേറെ എത്രയോ ബ്രാൻഡുകൾ നല്ലത് നമുക്ക് ലോക്കൽ സ്റ്റോറുകളിൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അത്ര പെട്ടെന്ന് കേടാവുന്നില്ല എന്ന് തോന്നുന്നു. എങ്കിലും വയർലെസ്സിൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത് അത്ര ഹെൽത്തി അല്ല ഫോണിന് എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിലാണ് നമ്മളിത് ഒട്ടിച്ച് വെച്ചിട്ട്, ഈ റിങ് ഒട്ടിച്ച് വെച്ചിട്ട് ഇതിന് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്ക് ചാർജ് കയറുന്ന സിമ്പലൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ സംഭവം കയറണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിലല്ല, നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർ നിങ്ങൾ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു റീല് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ശ്രീകുട്ടൻ്റെ ചോറും പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീകുട്ടനെ മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസത്തിൻ്റെ ഒക്കെ. അപ്പോൾ അതിലത്തെ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ടിഫിൻ ബോക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിഫിൻ ബോക്സിൻ്റെ പിന്നാലെ ആവുക. ടിഫിൻ ബോക്സ് റെസിപ്പീസാണ് പിന്നെ നമ്മുടെ അടുത്ത കുറച്ച് നാളത്തേക്ക് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒരു 3 കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മേടിച്ചിട്ടുള്ള, ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ശ്രീകുട്ടന് സ്നാക്സ് കൊണ്ടുപോകണം, ലഞ്ച് കൊണ്ടുപോകണം, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഡ്രൈ നട്ട്സ് ഒക്കെ കൊണ്ടുപോകും. ഒന്നും നമ്മൾ തൊടാൻ പാടില്ല, തൊട്ടാൾ കഴിക്കാണ്ട് വരും. അങ്ങനെയാണ് ഒരുപാട് കമ്പാർട്ട്മെൻറ്റുള്ള ഈ ഒരു ലഞ്ച് ബോക്സ് ആമസോണിൽ നിന്നാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടുന്നോ കണ്ടുപിടിച്ചത്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാട്ടെ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആവശ്യമില്ലല്ലോ, ജൂണിലല്ല ആവശ്യമുള്ളൂ. എന്നാലും ഇന്ന് ബുക്ക് ചട്ടിടാൻ വേണ്ടിയിട്ട്, ചട്ടയിട എന്നുള്ളത് നമ്മുടെ തൃശ്ശൂരുകാർ ബുക്ക് കവർ ചെയ്യുക, അതൊരു ഇംഗ്ലീഷ് വേർഡല്ലേ അല്ലേ, നമ്മൾ മലയാളികളല്ലേ, നമുക്ക് മലയാളത്തിൽ നിന്ന് പിടിക്കാം. ബുക്ക് ചട്ടയിടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം കാണിച്ചിരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് ഈ കാണുന്ന കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. അതിനകത്തെ ഇൻഫർമേഷൻസൊക്കെ അഡിക്വേറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു പേജിന്, നല്ല അടിപൊളിയായിട്ടുള്ള പേജ്. പണ്ട് കലണ്ടർ ഉപയോഗിച്ചിട്ട് ബുക്ക് ചട്ടിട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ ചോറും പെറ്റി വെച്ചിട്ട് സാധാരണ പേപ്പർ ഈ ഒരു കലണ്ടറിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് പേരെഴുതിയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ എന്ന് എനിക്കറിയാം. നമ്മൾ 90 കിഡ്സ് ആണ്, നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും എന്തെല്ലാം കാര്യങ്ങളും എന്തെല്ലാം സുഗമമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ പിള്ളേർക്ക്. കുറച്ചും കൂടി അവരുടെ ലൈഫ് ഈസി ആക്കി കൊടുക്കുക എന്നാണ് തോന്നണേ. പക്ഷെ ഇതൊന്നും നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടെന്നോ ഞാൻ പറയില്ല കേട്ടോ. അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ അത് അവരെ കൊണ്ട് തല്ലി പിടിപ്പിക്കുക എന്നുള്ള ഒരു മൈൻഡേ എനിക്കില്ല. നടുക്കഷ്ണം തിന്നുക, ചേരര നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നടുക്കഷ്ണം തിന്നാൻ തന്നെയാണ് ഞാനും ശ്രീകുട്ടനും എൻ്റെ പിള്ളേരൊക്കെ പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നോ മറ്റേ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്ക് കവറാണ്, കുറച്ചധികം ദിവസമായി മേടിച്ച് വെച്ചിട്ട്. ഇതും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ബുക്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ട്രാൻസ്പെറൻറ്റ് കവർ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീലിടാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ബുക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ കവറിലേ
നമ്മുടെ ഉള്ളിലായിട്ട്, അതായത് കവർ ചെയ്യുന്നേക്കാളും മുന്നേ തന്നെ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ കാലാകാലം നിന്നോളൂ സ്റ്റിക്ക് ചെയ്തിട്ട്. പിന്നെ അങ്ങനെ പരക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നെയിം സ്ലിപ്പ് ഊരി എടുത്തിട്ട് ബുക്ക് കൊണ്ടുപോകുക എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇന്നത്തെ ഇവരുടെ സ്കൂളുകളിലൊന്നും അങ്ങനത്തെ പരിപാടികളേ ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്ക് നല്ല കനമുള്ളതൊക്കെ സ്കൂളിൽ പിള്ളേരുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെക്കും. കാരണം അവറ്റങ്ങൾ ഇത് ചോന്ന് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉള്ളിൽ ഒട്ടിച്ച് ഞാൻ ഒരെണ്ണേ ചെയ്യണുള്ളൂ. കാരണം ശ്രീകുട്ടൻ ഏത് ഡിവിഷനിലാണ്, ഇവർക്ക് ഷഫ്ലിംഗ് ഉണ്ട്, അപ്പോൾ ഏത് ഡിവിഷനിലാണെന്നൊന്നും അറിയില്ല, ഏത് ഏത് ബുക്കിൻ്റെ. അപ്പോൾ നമ്മൾ അത് അവിടെ എഴുതുമ്പോൾ ഭയങ്കര മീൻസ് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ എഴുതി കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം ഒന്നോ രണ്ടോ ബുക്കോ ഞങ്ങൾക്ക് ട്രയൽ അടിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സാധാരണ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് ബുക്കിനെ നല്ല സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ബ്രൗൺ പേപ്പറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഇത് കഴിയും. അതായത് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് കീറി കയ്യിലേക്ക് പോരും. ബുക്കിൻ്റെ ചട്ടയൊക്കെ ഓരോ സൈഡിൽ കിടക്കുന്ന കാണാം. ഇതങ്ങനെ വരില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വന്നാൽ തന്നെ നമുക്ക് 10-260 രൂപയുള്ള ഈ ഒരു സെറ്റിന് കുറേ പല സൈസിലും നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചട്ടിയിട്ട് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നു. അപ്പോൾ നല്ലതല്ലേ. നമ്മളിപ്പോൾ ബ്രൗൺ പേപ്പർ മേടിക്കുകയാണെങ്കിൽ എന്തായാലും 10, 100, 150 രൂപ ചിലവുണ്ടെന്ന് തോന്നുന്നു വലിയൊരു റോളിന്. ഇവർക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ അവരുടെ നോട്ട് ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ മേടിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ സ്കൂളിൻ്റെ ചിഹ്നവും കാര്യങ്ങളും പേരും ഒക്കെ അതും ഉണ്ടാവും. അപ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ബുക്ക് അതുപോലെ തന്നെ ബാഗിൽ നിന്ന് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഓടി നടന്ന് തപ്പൊന്നും വേണ്ട. കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നെയിം സ്ലിപ്പും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും പിന്നെ എന്തായിരുന്നു നമ്മുടെ ഈ ഒരു ബുക്ക് ചട്ടിടുന്ന സംഭവമൊക്കെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കടയിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു, നീ അവിടെ നിന്ന് ഇറങ്ങിയില്ലേന്ന് ചോദിച്ചിട്ട് അമ്മ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ നമ്പൂതിരിപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇക്കരെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കേട്ടോ. ഇക്കരെ ഓട്ടോറിക്ഷ ഇപ്പോൾ വിളിക്കൽ കുറവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ കട്ടപ്പേലാണ് പോകല്. അപ്പോൾ ഇന്നിനിപ്പോൾ വൈകുന്നേരം ആവും തിരിച്ചു വരുമ്പോഴേ. അപ്പോൾ കട്ടപ്പേന നമുക്ക് ഈ ഒരു വഴി കൂടെ കൊണ്ടുവരൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ അവിടം വരെ പോയി അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. നമുക്കിവിടെ ഒരു കോഴി ഫാം ഉണ്ടല്ലോ, ഈ ഓട്ടോയിൽ കുലുങ്ങി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ബസ് യാത്രയേക്കാൾ ഇഷ്ടമാണ് ഓട്ടോ യാത്ര. ഭയങ്കര തൊറസായിട്ട് ഫീൽ ചെയ്യും. നമുക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരലൊന്നും ഉണ്ടാവില്ല. പണ്ട് ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ വോമിറ്റ് ചെയ്ത് വയ്യാണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. കാലം എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മളിൽ വരുത്തണല്ലേ. നേരം പോവാൻ ഈ റുബിക്സ് ക്യൂബ് നല്ലതാല്ലേ. പക്ഷെ എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ആളതൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ പതുക്കെ നമ്മുടെ ആമ്പല്ലൂരുള്ള ഒരു തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചായയൊക്കെ കുടിച്ചു. ആക്ച്വലി ഞാൻ ഈ ചോറുണ്ണാനൊക്കെ മറന്നായിരുന്നു. കുറച്ച് ഗഡുബടായിരുന്നു ഇന്നത്തെ ദിവസം. കുറച്ച് എന്താ പറയുക, തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരെ അവിടെ കണ്ടു, കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോയി. നമ്മൾ തുടരും സിനിമയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളി മൂവിയാണ് കേട്ടോ. ലാലേട്ടൻ്റെ ഗംഭീര അഭിനയം, അതുപോലെ തന്നെ വില്ലനെയും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, ജോർജ് സാറെ. അങ്ങനെ സിനിമാ ചർച്ചകളൊക്കെ ചെയ്ത് ചേച്ചീനെയും അമ്മേനെയും നമ്മൾ ഒല്ലൂരാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെയൊക്കെ ഒല്ലൂരാക്കി. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോണേക്കാളും മുന്നേ ഇന്നലെ നമ്മൾ വ്യാപാരി വ്യവസായിയുടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇന്നലെ പോയ ഫംഗ്ഷനാണ് കേട്ടോ അത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ സൂപ്പറാണ്. തുടരും. സൂപ്പർ പടം. ഇഷ്ടപ്പെട്ടു എന്തായാലും. നമ്മൾ ഇന്ന് നമ്മുടെ അതോടൊപ്പം വിഭവങ്ങളും ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ. അച്ഛാ, 1 തൊട്ട് 10 അച്ഛന് ഇതിനൊരു മാർക്ക് കൊടുക്ക്. 10 മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് കൊടുക്കണമെങ്കിൽ ശ്രീകുട്ടൻ കഴിച്ചു നോക്കിയ
മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു മൂവി കണ്ട ഫീലിലായിരുന്നു ട്ടോ. അങ്ങനെ മൂവി മാത്രമല്ല നമ്മുടെ കറിയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. മീൻകറി പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷെ പൊള്ളിച്ചത് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കണത് ട്ടോ. അങ്ങനെ വാർത്തയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്കാണ്. പുലിപ്പല്ലുമാലിയുടെ ഉറവിടം അന്വേഷിക്കാൻ റാപ്പർ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. ശ്രീലങ്കൻ വംശജനായ വിദേശ പൗരനിൽ നിന്ന് സമ്മാനമായി കിട്ടിയ പല്ല് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു റാപ്പറായിരുന്നു വേടൻ ട്ടോ. അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അത് സത്യമാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. കാരണം ശ്രീകുട്ടനായാലും അവൻ്റെ ഏജിലുള്ള ആൾക്കാർക്കായാലും നമ്മൾക്കായാലും നമ്മളുടെ മുതിർന്നവർക്കായാലും ഒക്കെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനല്ലേ ആള്. അപ്പം അങ്ങനെയൊന്നും അവർ ചെയ്യല്ലേ, അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഒരു തിരിച്ചറിവാണ്. എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും എന്നത്. അപ്പം നമ്മുടെ മക്കളും നന്നായിട്ട് വളരട്ടെ അല്ലേ. തീപാറുന്ന വരികളുമായിട്ട് ഇനിയും അവരൊക്കെ തിരിച്ചു വരട്ടെ എന്നുള്ള ആശംസകളോടെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.